ഇവിടെ ഒരു കിണറുണ്ട്, ഒരു അത്ഭുത കിണർ. അത് 1941 അത് ഇങ്ങനെ കാണപ്പെട്ടത്. ഈ പ്രദേശത്തൊന്നും ഒരിടത്തും വെള്ളം ഇല്ലായിരുന്നു. ആ കാലത്ത് പള്ളിയിലേക്ക് ആവശ്യമായ വെള്ളം പോലും കിട്ടാതെ വന്നപ്പോൾ അന്നത്തെ അച്ഛൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ദർശനമുണ്ടായതാണ് ഇവിടെ ഈ കാണുന്ന ഈ കിണറും വെള്ളവും. ഇന്ന് വരെയും ആ വെള്ളം വറ്റിപ്പോയിട്ടില്ല. ഇപ്പോൾ ധാരാളം ആളുകൾ ആ വെള്ളം ഉപയോഗിച്ച് പലതരത്തിലുള്ള രോഗശാന്തിയും അതുപോലെയുള്ള മറ്റ് അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭക്തിയോടുകൂടി ആ വെള്ളം ഇവിടുന്ന് ധാരാളം ആളുകൾ വെള്ളം ഇവിടുന്ന് പാത്രങ്ങളിലാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പിടി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതായ ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു ആ നവവധു. അവളോട് അവളുടെ അമ്മായിയമ്മ പിടി ഉണ്ടാക്കുവാൻ പറഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളവും കുറച്ച് പൊടിയും കൊടുത്തതിന് ശേഷം പിടി ഉണ്ടാക്കാൻ പറഞ്ഞതിന് ശേഷം ദേവാലയത്തിലേക്ക് പോവുകയാണ്. അമ്മായിയമ്മ നല്ല ശുണ്ഠിക്കാരി ആയതുകൊണ്ട്, മുൻകോപം ഉണ്ടായിരുന്നത് കൊണ്ട്, അന്നത്തെ കാലത്തൊക്കെ അമ്മായിമ്മ പോരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഈ മകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. പിടി ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നു. പിടി ഉണ്ടാക്കാൻ അറിഞ്ഞും കൂടാം. അങ്ങനെ ഇരുന്ന് അവൾ ചെയ്തതായ കാര്യം, അവൾ അമ്മായിമ്മ കൊടുത്തതായ പൊടി വെള്ളത്തിലേക്കിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, നെടിയാലമ്മ പിടിയായി വരണമേ എന്ന്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നതായ ആ ഇവിടുത്തെ ഒരു പ്രത്യേകമായ വാക്ക്. ഇവിടുത്തെ പ്രാർത്ഥനകളിലേക്ക് ആ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവളിങ്ങനെ മാതാവിനോട് കണ്ണുനീർ വീഴ്ത്തി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് അമ്മായിമ്മ വരാറായപ്പോഴേക്കും വെള്ളം തിളച്ച് വളരെ നല്ല പിടിയായിട്ട് ആ വെള്ളം അരിപ്പൊടി മാറി എന്നുള്ളതാണ്. അമ്മായിമ്മ വന്ന് നോക്കി എടുത്തപ്പോൾ വളരെ രസകരമായി തോന്നി. നല്ല പിടിയാണ്. ഉടനെ അവൾ മരുമകളോട് ചോദിച്ചു, നിനക്ക് ഇത്രയും നല്ല പിടി ഉണ്ടാക്കാൻ അറിയാമോ എന്ന്.